ഇവിടെ ഒഴിയാനുള്ള മെയിൻ ഒരു കാരണം കടുവയും കൂടി എന്നാട്ടാ പറഞ്ഞത്. കടുവയുടെ എണ്ണം ഇപ്പം വളരെയധികം കൂടിയിരിക്കുക. മുക്കുർത്തി എന്ന് കേട്ടപ്പോൾ എൻ്റെ കിളി പോയിട്ട് ഫ്രണ്ട്സ്, ഇത് ഈ കാണുന്ന പോലെ മുക്കുർത്തിയാണ് ഇത്രേ. വീടല്ലേ, ഇത് ആന കുത്തി പൊളിച്ചതാട്ടോ. ഇത് കണ്ടോ, അപ്പൊ ഈ വീട് പൊളിച്ചത് ആനയാണ്. കാട്ടാന വന്നിട്ടാണ് ഈ വീടിന്റെ ചുമര് തച്ച് പൊളിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ஆத்துக்கு தான் போனுங்களா? சரி சரி, ஆத்துக்கு தான் போகணுங்க. நைட் இருந்தாலும் ஆத்துக்கு தான் போனுங்களா? അയ്യോ അയ്യോ. ഈ വില്ലേജിൽ മൊത്തം 200 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ളത് ആകെ 15 പേരുള്ളൂ കേട്ടോ ഈ അടർന്ന വനത്തിനുള്ളിലെ ഈ ഗ്രാമത്തിൽ. പുളിയെല്ലാം വരുங்களா? புலி இருக்குது, சிறுத்தை எல்லாமே வரும். ஐயா என்னென்ன பார்த்துருக்கீங்க? പുലി സിറുത്തെല്ലാം பார்த்துருக்கீங்களா? എല്ലാം பார்த்துருக்கீங்க. ശരി, നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് കുറേ ആൾക്കാർ ഇന്നും ജീവിച്ച് വരുന്നത് കേട്ടോ. കാണുന്നത് മുക്കുർത്തി കേട്ടോ ഫ്രണ്ട്സ്. അതിൻ്റെ നേരെ മുകളിൽ ആ മല കാണുന്നില്ല, ഞാൻ നേരത്തെ കാണിച്ചതില്ല ആ മണ്ട, അത് മുക്കുർത്തിയാണ് കേട്ടോ. മുക്കുർത്തിയിൽ നമ്മൾ അവിടുത്തെ വള്ളങ്ങളൊക്കെ ഫ്രീസായി നിൽക്കുന്ന സ്ഥലമാണ് മുക്കുർത്തി. ഈ കാണുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് എത്ര വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നറിയാം. നോക്കി പറയുമ്പോൾ മലയുടെ നെറുവിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ തീരെ സൂര്യ വെളിച്ചല്ല കേട്ടോ. ഭയങ്കര അടർത്തിയായിട്ടുള്ള കാറ്റിനുള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, അത് എന്തൊരു സംഭവം, ഭയങ്കര ഓഫ് റോഡ് ആട്ടോ. ഇത്ര റിസ്ക് എടുത്ത് വീട് എടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഇത്ര ഭംഗിയുള്ള സ്ഥലമൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൻ മല്ലോ ട്രക്കർ. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നീലഗിരിയിൽ തന്നെയുള്ള ഒരു ലാസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ. ഓവേലി എന്ന് പറഞ്ഞ വില്ലേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംഗതി ഈ സ്ഥലത്തേക്ക് ഇതുവരെ അങ്ങനെ ഒരു റൈഡറോ അല്ലെങ്കിൽ ഒരു ട്രാവലറോ അങ്ങനെ എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ് ഈ ഓവേലി അല്ലെങ്കിൽ ഓവാലി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സ്ഥലം. നീലഗിരിയിലെ ലാസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. ഓവാലിലെ മൂലക്കാട് എന്നറിയപ്പെടുന്ന ഒരു ലാസ്റ്റ് വില്ലേജിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. സംഗതി ഈ വില്ലേജിലേക്ക് അങ്ങനെ എളുപ്പത്തിൽ ആർക്കും കയറി പോകാൻ പറ്റില്ല. ഇവിടെ ലോക്കൽ നമ്മുടെ ഒരു ഏട്ടൻ ഉണ്ട്. ആ ഏട്ടൻ ഫോറസ്റ്റിൽ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് ഇതാട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. സംഗതി ഇത് ഭയങ്കര അടർന്ന കാടാണ്. വൈൽഡ് ആനിമൽസിൻ്റെ ഡെൻസിറ്റി വളരെയധികം കൂടുതലുള്ള ഒരു കാടാണ്. ഞങ്ങളുടെ ഉള്ളിലേക്ക് എൻ്റർ ആകുമ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞത് റോട്ടിൽ തന്നെ ആനകൾ ഇഷ്ടം പോലെ നിൽക്കും, വല്ലതും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത് അറിയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓക്കെ സാറേ ഞങ്ങൾ നോക്കി പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഓവാലിൽ ഈ മൂലക്കാട് എന്ന് പറയുന്ന ഈ വില്ലേജ് ഉണ്ടല്ലോ, അവിടെ 300 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളത് അവിടെ വെറും 15 പേരാണ്. അതിന് കാരണം അവിടെയുള്ള വൈൽഡ് ആനിമൽസ്, അതന്നെ കാട്ടുമൃഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. ദിവസം കൂടുന്തോറും കടുവയുടെയും ആനയുടെ ഒക്കെ എണ്ണം വളരെയധികം കൂടുന്നത് കൊണ്ട് അവിടെ ആക്രമണം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ ഒഴിഞ്ഞു പോയിട്ടോ. ഇതിനുള്ളിൽ ഈ കാണുന്ന മലേൻ്റെ നെറുവിൽ കണ്ടോ ഇവിടെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്. ഈ അമ്പലത്തേക്ക് വരാനെന്നും പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ആദിവാസികൾക്ക് മാത്രമേ ഈ അമ്പലത്തേക്ക് വരാനുള്ള പെർമിഷൻ ഉള്ളൂ. നമ്മളെ പോലുള്ള ആളുകൾക്കൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പോലും അലൗഡ് ഇല്ല കേട്ടോ. ശരിക്കും നമ്മൾ ഈ പോകുന്ന വഴി ഉണ്ടല്ലോ, ഈ മൂലക്കാട് എന്ന് പറയുന്ന ഒരു ഡെഡ് എൻഡാണ്. നീലഗിരി ഗ്രാമത്തിലെ ഒരു ഡെഡ് എൻഡാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കേരളമാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വില്ലേജ് വരെ പോയിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഒഴിഞ്ഞ വീടുകളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇതൊക്കെ ഒഴിവാനുള്ള കാരണം അനിമൽസാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവരിതാ ഇപ്പോൾ എനിക്കൊരു വീഡിയോ കാണിച്ചിരുന്നു പുലി പോയത്. അപ്പോൾ ഇവിടുന്ന് ഒഴിവായി പോകണമെങ്കിൽ ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡെഡ് എൻഡാണ്. അതായത് കഴിഞ്ഞു, നീലഗിരി ഈ ഭാഗത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന കേരളമാണ്. അപ്പോൾ അതുവരെ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. அதாவது இப்போ அந்த ஊர் மக்கள் யாருமே இல்லை அங்கே. அது ஆனால் முன்னே இருந்தாங்க நிறைய பேர் இருந்தாங்க. ஆனால் அவங்க போகிறதுக்கான காரணம் அனிமல்ஸ் தான். ഓ, ലാസ്റ്റായിട്ട് ഒരു 5 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അത്ര. ഇപ്പോൾ അവർ ഒഴിഞ്ഞത്ര. ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. പോയി ലാസ്റ്റ് ഒരു 5 കുടുംബം ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പം ആ 5 കുടുംബമില്ല, അതും അവിടുന്ന് ഒഴിവാക്കുന്ന നമ്മളുടെ കൂടെ വരുന്ന ഏട്ടൻ പറയുന്നത് കേട്ടോ. സോ ഇവരുണ്ടോ നമ്മളെ ഫ്രണ്ട്, അവരുടെ നമ്മളെ കൂട്ടി പോകണത്. ഇയാളെ പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ ഈ നീളത്തോട്ടത്തിനെ പോകുന്ന വഴി കേട്ടോ ഫ്രണ്ട്സ് ഇത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് നീങ്ങിട്ടോ. ഇങ്ങോട്ട് വരുംതോറും പിന്നെ ഇയാളെ ഇത് കണ്ടില്ലേ നിങ്ങൾ? ആളെ ഐഡിയ കണ്ടില്ലേ നിങ്ങൾ? നീ ആദ്യം പോയിക്കോ, ഞാൻ പിന്നാലെ വരാന്ന്. നീ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഡീൽ ചെയ്യാന്ന്. പക്ഷെ ഇവിടെ ഇന്നലെ ആനേനെ കണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ സായങ്കാലം അച്ഛനെ കണ്ടിപ്പാ പാത്രമാണ് ബ്രദർ. അതെ, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എന്തായാലും കാണാമെന്ന് അവർ പറയണത്. സംഗതി അത്ര ഡെൻസ് ഫോറസ്റ്റിനുള്ളിലാണ് നമ്മളിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങോട്ട് ഇതാ ഇങ്ങനത്തെ ഓഫ് റോഡ് ആട്ടോ പോകാനുള്ളത്. പക്ഷെ പോകണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ടീമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ അവസ്ഥയിലൊക്കെ നമ്മൾ പോവാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആണ്. കാരണം ഇതിപ്പോൾ എന്താ വെച്ചാൽ മനുഷ്യർ തീരെ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അനിമൽസ് എന്തായാലും ഉണ്ടാവുന്നതാണ് നമ്മൾ കൂടെ വന്ന ബ്രദർ പറയണത്. പക്ഷെ നടന്നു പോയിട്ട് കാണുമെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ റിസ്ക് എന്നാണ് അവർ പറയണത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ബൈക്കിൽ പോകണമെന്നാണ് ഏറ്റവും റിസ്ക്. നമ്മൾ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തെറിച്ച് ഓടുന്നു ആന എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കൂട്ട സംസാരം നടന്നുകൊണ്ടിരിക്കുക പോകണോ വേണ്ടെന്നുള്ളത്. പക്ഷെ എനിക്ക് ആ മല കാണുന്നുണ്ട്. കാരണം ജനങ്ങൾ ലാസ്റ്റ്, അതായത് ഈ മലയുടെ ലാസ്റ്റിൽ ജീവിച്ചിരുന്ന ഒരു മലയാണിത്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയും ദൂരം വന്നില്ലേ, ഇനി അതും കൂടി ഒന്ന് കണ്ടാൽ മതി. ഇത് ഈ കാണുന്ന ഈ കുന്നില്ല, അത് തന്നെയാണ്. അതുവഴി പോകാൻ പറ്റില്ല. അപ്പോൾ വേറൊരു കാട്ടുപാത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുവഴിയാട്ടോ ഇനി പോകുന്നത്. ശരിക്കും ഈ ഗ്രാമം ഉള്ളത് എവിടെയെന്ന് അറിയാം നിങ്ങൾ? മുക്കൂർത്തി നാഷണൽ പാർക്ക് അറിയില്ലേ? മുക്കൂർത്തി നാഷണൽ പാർക്കിൻ്റെ താഴെയാണ്. ഈ മുക്കൂർത്തിയിലുള്ളത് നമ്മുടെ നീലഗിരി വരയാടുകൾ ഉള്ളത് കൊണ്ടാണ് അത് നാഷണൽ പാർക്കായത്. മണാലി ലഡാക്കൊക്കെ ഉണ്ടല്ലോ, അവിടെ എങ്ങനെ വെള്ളങ്ങളൊക്കെ ഫ്രീസായി ഉറഞ്ഞു നിൽക്കും, അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഈ മുക്കൂർത്തി എന്ന് പറയുന്ന ഈ സ്ഥലം കേട്ടോ. സംഗതി ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത് മുക്കൂർത്തിൻ്റെ താഴെയുള്ള ഒരു വില്ലേജ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എത്ര ഹൈറ്റിലാണ് ഉള്ളതെന്നുള്ളത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ശരിക്കും എൻ്റെ ഒരുപാട് ദിവസത്തെ ആഗ്രഹമാണ് ഈ മുക്കുർത്തി മല കാണണം എന്നുള്ളത്. അപ്പം നേരെ ഇനി അങ്ങോട്ട് വില്ലേജിലോട്ട് പോവാട്ടോ. മുക്കുർത്തി എന്തെങ്കിലുമൊക്കെ കയറാൻ പറ്റുമെന്നുള്ള ഭാഗ്യം കിട്ടിയാൽ അതും കൂടെ വീഡിയോ ചെയ്യാവേ. റിസ്ക് എടുത്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഇത്ര ഭംഗിയുള്ള സ്ഥലമൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ അള്ളിയോ, ഈ കാട്ടിക്കൂടെ ഒരു ഒറ്റയ്ക്ക് നടന്നു വരുന്നുണ്ടല്ലോ നിങ്ങള്. അവരെപ്പോ തനിയെ ധൈര്യമാ മാറാറ്. அவரு இந்த ஊருக்கு அது மூளைக்காட்டுக்காரங்களா? அவரை வாட்சரா இருப்பாங்கண்ணே. ஓகே ஓகே. கல்லு இട്ടുണ്ട്. இல்ல இவங்க இப்படி தனியா நடந்து போறாங்களே, அப்போ வந்து எதுவும் வனவிலங்கு வந்து தாக்கிராதா? அப்படி താക്കരുതാണേ. വീഡിയോ കുറച്ച് സ്റ്റെബിലേഷൻ ഇല്ലാതെ ഇരിക്കും കേട്ടോ, കാരണം ഓഫ് റോഡാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ஏன்னா யானையுமே மறைஞ்சிருந்து தாக்கும், புலியும் பயங்கரமா மறைஞ்சிருந்து தாக்கும். ஆனாலும் இல்ல இல்ல ஆமா, ஆனா இவ்வளவு ரிஸ்க் இருந்தும் இவங்க இப்படி தனியா நடந்து போறதுங்கும் போதுதான் ஆச்சரியமா இருக்கு. ஐயோ இங்க பாருங்க இடத்த. ഈ നീലഗിരി ജില്ലയിലെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്നോ, ഇങ്ങനെ അടർന്ന കാട്ടിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരുപാട് ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ടാവും. ഇതുണ്ടോ നിങ്ങൾ? എന്തു സുന്ദരമായിട്ടുള്ള ബംഗ്ലാവാന്ന് പറയാം, നല്ല ഭംഗിയായിരുന്നു കാണാം. പക്ഷെ ഇത്രയും കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത്. ഓക്കെ ഓക്കെ, ഇതുണ്ടോ ഓഫ് റോഡാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇനി അങ്ങോട്ട് വെയിൽ പറഞ്ഞ സംഭവമല്ല കേട്ടോ, മലയുടെ ഉച്ചയിലാണ് നമ്മൾ. ഉച്ച പറയുമ്പോൾ മലയുടെ നെറുവിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ തീരെ സൂര്യവെളിച്ചല്ല കേട്ടോ, ഭയങ്കര അടർത്തിയായിട്ടുള്ള കാട്ടിനുള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, അത് എന്തത് സംഭവം, ഭയങ്കര ഓഫ് റോഡാട്ടോ. മുന്നിലായിട്ട് ഒരു ആന ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പുലിയായി മാറും. ഒറ്റ ആട്ടാ, ആനക്കിന്റെ പൊടി പോലും കിട്ടില്ല. ഓ ഈ പാറ, இந்த பாறை அங்கேயும் பாக்குறது அது ஒரு மாதிரி பயமா இருக்குது. ലാസ്റ്റ് വില്ലേജായ ഈ മൂലക്കാടിക്ക് നമ്മൾ എത്തിട്ടോ. സംഗതി ഭയങ്കര ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉള്ളിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഒരു അമ്പലം, സ്കൂളും കടകളൊക്കെ കൈവിട്ട നിലയിലാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇറങ്ങി നടന്നു പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം കേട്ടോ. കണ്ടോ, ലാസ്റ്റ് നമ്മൾ ഈ വില്ലേജിലേക്ക് എത്തിട്ടോ ഫ്രണ്ട്സ്. എനിക്ക് ഇത് സംഗതി ഇതൊക്കെ എത്ര അടർന്ന കാട്ടിൻ്റെ ഉള്ളിലാണെന്നറിയാം ഗ്രാമം. അവിടെ നോക്കി, മുകളിൽ കോട നോക്കി, ഇതുണ്ടോ ഡെൻസ് ഫോറസ്റ്റിലാട്ടോ ഈ ഗ്രാമം. ഇതുണ്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഏട്ടൻ കേട്ടോ, ഈ നാട്ടുകാരാണ്. നമുക്ക് അവിടെ പോയി സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. എന്തായാലും ഇത്രയും അടർത്തി കാട്ടിനുള്ളിലൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാട്ടോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാട്ടിനുള്ളിലൊരു ഗ്രാമം കാണുന്നത്. വേണ്ട നമ്മൾ ശരി ശരി. മൊത്തം എത്ര വീടുണ്ടായിരുന്നു? 500 குடும்பம் இருந்துச்சுங்களா? 200. இப்போ எவ்வளோ குடும்பம் இருக்குங்க? 250 குடும்பம் இருந்துச்சு. 250 குடும்பம் இருந்துச்சு சொன்னாங்க. அதில் இங்கே பாருங்க, இதை சுற்றி வந்து 250 குடும்பம் இருந்தாங்களாமா. 250 குடும்பம், 15 குடும்பம் தான் இப்போதைக்கு இங்கே இருக்கிறாங்க. 15 தான் இருக்கா? கேரளா
கேரளா இங்கிட்டு நிலம்பூர் பக்கம் இப்படி தான் போகணும். ஓ இந்த சைடுங்க நிலம்பூரா? இங்கிட்டு இல்லை, இப்படி நிலம்பூரா வருது? அங்கிட்டு போய் நிலம்பூர் வந்துடும். என்னங்க சொல்றீங்க? இல்லை பழைய பஸ் ஸ்டாண்டு. அப்படி அது தெரியும். அது இல்ல, இந்த மலையை தாண்ட கீழே கேரளா தானே? கேரளா கேரளா இல்ல, யானை பைக்கடை காலி பண்ணிட்டாங்க. இந்த മല തന്നെ കിഴക്ക് വഴിക്കടവാ? ഓക്കെ ഓക്കെ. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഫ്രണ്ട്സ്. സംഗതി ഈ വില്ലേജിൽ ഈ കാണുന്ന ഈ മല ഉണ്ടല്ലോ, ഈ മലയുടെ അടിവാരം നമ്മളെ വഴിക്കടവാണ് അത്ര. ഇത് നേരെ അടി പോയി കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ നിന്നാട്ടോ പറയണത്. ഈ മലയുടെ ചെരുവിൽ ഈ വില്ലേജിൽ മൊത്തം 200 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ളത് ആകെ 15 പേരുള്ളൂ കേട്ടോ ഈ അടർന്ന വനത്തിൻ്റെ ഉള്ളിലെ ഈ ഗ്രാമത്തിൽ. സംഗതി 250 പറയുന്നുണ്ട് ഒരാൾ 500 കുടുംബം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ഒരു ഉറപ്പില്ല കേട്ടോ, അവർ പറയണതാട്ടോ നിങ്ങളോടത്തേക്ക് ഷെയർ ചെയ്യുന്നത്. ശരിക്കും ഒരാൾ പറഞ്ഞു 500 കുടുംബം ഉണ്ടെന്ന്, വേറെ ഒരാൾ പറഞ്ഞു 250. അപ്പോൾ എത്ര ഉണ്ടെന്നൊരു ശരിക്കുള്ളൊരു വിവരം ഇല്ല. പക്ഷെ എന്നാലും പറഞ്ഞത് അതേപോലെ തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ വരെ ഒന്ന് നടന്നിട്ട് വരാം. ഇതുണ്ടോ, ഈ ഒരു മരം കാണാൻ നല്ല ഭംഗിയുണ്ട്. പാറേൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ വേര് പോയി നോക്കി. എന്തല്ലേ, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കി നോക്കി ഫ്രണ്ട്സ്. ഇത് നോക്കി, എൻ്റെ അമ്മോ എന്തല്ലേ. ഇതൊന്ന് നോക്കി നോക്കി, ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കി നോക്കി നിങ്ങൾ. എന്താ ആ മലയുടെ നിറമൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് ഈ വില്ലേജിൻ്റെ ടോപ്പ് വരെ ഒന്ന് നടന്നിട്ട് പോയി വരാം. புளியும் பார்த்துருக்கேன், சிறுத்தை பார்த்துருக்கேன், யானை பார்த்தாச்சு, எல்லாம் பார்த்தாச்சு. எல்லாமே ராவா இந்த காட்டுக்குள்ள பார்த்தாச்சு. ഗംഭീരമാ இருக்காங்க. അതാ അങ്ങയുടെ മുഖം എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ, ചെറിയ പ്രശ്നമാവും നമുക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അവർ പറയുന്നത് മാത്രം നിങ്ങൾ കേൾപ്പിച്ച് തരാം കേട്ടോ. മൊത്തം 300-ലധികം നാട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഏട്ടനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് 300കളും കൂടുതലുണ്ടായിരുന്നു ഇത്ര ആളുകൾ. ഇപ്പോൾ ഈ 300 ആളുകളും ഇപ്പോൾ ഒഴിഞ്ഞു പോയിട്ട് വെറും 15 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് കാരണം വന്യജീവികളാണ്. ഇതുണ്ടോ മലയുടെ ചെരുവിൽ കോട്ടേഴ്സ് പോലെയാണ്. ഇവിടെ ഒന്നും ആൾക്കാരില്ല. അതാ ഇവിടെ റൂമിൽ ആൾക്കാരുണ്ട്, അത്രേ ഉള്ളൂ. എനിക്കിവിടെ പറ്റിയത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് എത്ര വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നറിയാം. നോക്കി ഈ പോണെന്താണെന്നറിയാം, കോടയാണ് ഈ പോയിക്കൊണ്ടിരിക്കണത് കണ്ടോ. അതിൻ്റെ നെറുവിൽ നോക്കി. പക്ഷെ എന്താല്ലേ ആ മലയുടെ മണ്ടയിലേക്ക് നോക്കി. இவ்வளோ அடர்த்தி வனத்துக்குள்ளெல்லாம் வாழ்றவங்க வந்து ஈஸியான மேட்டர் இல்லை ப்ரோ. பாப்புலேஷன் வந்து ரொம்ப அதிகமாயிருச்சு. அதான் என்ன சொல்றாருன்னா, ഞാൻ നിങ്ങൾക്ക് വീടൊക്കെ എടുത്തെടുത്ത് പോയി ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ നമ്മുടെ കടുവയുടെ എണ്ണം വളരെയധികം കൂടിയില്ലേ, അതും കൂടി ഒരു കാരണം എന്ന് പറയണമെന്നുണ്ട് കേട്ടോ ഈ നാട്ടുകാർ. ഞാൻ ഇപ്പോൾ മലയുടെ ചെരുവിൽ കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു പള്ളിവാസലിൻ്റെ തുടക്കം പോലെ എന്തോ കാണുന്നുണ്ട്. ഇതെനിക്ക് ശരിക്കും എന്താ അറിയില്ല, അവിടെ പോകാൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ. മേളെ പോയി കിട്ടിയതാർക്ക് ബ്രദർ? ഇവിടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ അമ്മ, ஆமாம்ல ஃபென்சிங் போட்டிருக்காங்கண்ணா பயங்கரமா. ஹரி ப்ரோ நாய் குலைக்குது பார்த்துக்கோங்க, வந்து கவ்விராம. എന്താ ഇതൊരു വീട് കേട്ടോ. ഇത് മലയുടെ ചെരുവിലാട്ടോ ഈ വീട് കണ്ടോ. ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോവാണ്. ഓ ഫ്രണ്ട്സ്, ഇതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതൊക്കെ ശരിക്കും കണ്ടോളേ. ഒരു കാലത്ത് സ്കൂള് പോലെ ഉണ്ടായ സ്ഥലം ഇപ്പോൾ സ്കൂള് ലീവ് വിട്ട പോലെയായി. ഒരു മനുഷ്യനും കുട്ടിയില്ല. ഓക്കെ, ഡെൻസ് ഫോറസ്റ്റിൻ്റെ നടുക്കാണ് ഈ വില്ലേജ്. ഓക്കെ, ഭയങ്കര കാട്ടിനുള്ളിൽ. കാണുന്നത് മുക്കുർത്തി ആട്ടോ ഫ്രണ്ട്സ്. അതിൻ്റെ നേരെ മുകളിൽ ആ മല കാണുന്നില്ല, ഞാൻ നേരത്തെ കാണിച്ചില്ല ആ മണ്ട, അത് മുക്കുർത്തിയാണ് കേട്ടോ. മുക്കുർത്തിയിൽ നമ്മൾ അവിടുത്തെ വള്ളങ്ങളൊക്കെ ഫ്രീസായി നിൽക്കുന്ന സ്ഥലമാണ് മുക്കുർത്തി. സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ, ഞാൻ വീഡിയോ ഒരുപാട് നേരം എടുക്കണ്ടായിരുന്നു. അത് മുക്കുർത്തിയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ നീലഗിരി വരയാടുകൾ, പിന്നെ ശോലവനക്കാടുകൾ, അവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നതിന് അത് വേറെ തന്നെയാണ് കേട്ടോ. അതാണ് മുക്കുർത്തി നാഷണൽ പാർക്ക്. അതിനെക്കുറിച്ച് ഒരു തനി വീഡിയോ തന്നെ ചെയ്യാണ്ട് നോക്കാം. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്കൊരു വീഡിയോ ചെയ്യാം.
എന്താല്ലേ ആനകളും പുലിയും കരടിയും കടുവയും ഇത് കാരണം ഒരു ഗ്രാമം തന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് നോക്കി, ഇപ്പം ഈ കാണുന്ന വീടുകളൊന്നും ആളുകളില്ല. ഇത് കണ്ടോ, ഒരു മലയുടെ ചെരുവിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രാമമാണിത്. ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ആളുകളില്ല, കാരണം വന്യമൃഗങ്ങൾ. அரி கையெடுக்கு, நீங்க உக்காந்ததுக்கு இங்க இருந்து வேற மாதிரி தெரியுது. இல்ல அந்த தண்ணி அந்த பக்கமா போதா, நீங்க உட்காந்து கரெக்ட் பொசிஷன்ல உட்காந்துருந்தீங்க. மசூதி தான், அதான் அது அதுக்கு பக்கம் போகலாமா என்னன்னு தெரியல, அதான் நான் போகல. அங்கே ஒரு மசூதி மாதிரி தெரியுது, അതായത് അവിടെ ഒരു പള്ളിവാസലിൻ്റെ തുടക്കം പോലെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. അതാ അവിടെ കുറച്ച് വീട്, ഇവിടെ ഒരു ലൈൻ വീട്, അവിടെ ഒരു ലൈൻ വീട്, ഇതൊരു കല്ല് വെച്ചിട്ടുള്ള ഒരു വീട് കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഗ്രാമം. ഇതിൽ 300 കുടുംബങ്ങളുണ്ടെന്നാട്ടോ നമ്മളോട് പറഞ്ഞത്. ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയൊരു വീട് കാണുന്നുണ്ട്. എന്താ നല്ല കോട ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് എത്ര ഉള്ളു, ഇത് കാണുന്നുണ്ടല്ലേ, ഈ കാണില്ലേ, ഇതാണ് കാട്, ഇതാണ് ഡെൻസ് ഫോറസ്റ്റ് കാട്. ഇതാ ആ കാണുന്ന മുക്കുർത്തിയാണ്, ആ കാണുന്ന മലല്ല, ആ മുകളിൽ കാണുന്ന മല അത് മുക്കുർത്തി. ഇതാ ഇത് ഫുള്ള് അടർത്തി കാടും. ഇവിടുന്ന് കടുവയും ആനയും വന്ന ഒന്നും ഇത് പറയല്ല. ടാപ്പൊക്കെ പോയില്ല അമ്മ. ശരി, അപ്പോൾ നമ്മുടെ കൂടെ വന്ന ഹരി ബ്രോ നമുക്ക് ടോപ്പിലും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയും ദൂരം വന്നില്ലേ, ഇനി അതും കൂടി എടുത്തിട്ട് വരാം. ലാസ്റ്റ് വീട്ടിലേക്ക് എത്തിട്ടോ. എൻ്റെ അമ്മ பாட்டி 30 வருஷமா இங்கே தான் இருக்கீங்களா? சரி சரி. ஐயா வணக்கம், நாங்க நல்லா இருக்கீங்களா? ஐயா சும்மா ஐயா அந்த பக்கம் போகக்கூடாது. சரி சரி சரிங்க ஐயா. யானை இருக்குங்களா? வருவோம் காலையிலையா? இது வழியா? ஆத்துலையா? ஓகே ஓகே. நம்ம வர வழியில் ஆறு தெரிஞ்சு பார்த்தீங்களா ஹரி ப்ரோ? ஓ, காலையில வர வழியில ஆறுல யானை இருந்திருக்கு. மத்தபடி புலி தொலைங்களா இருக்குங்களா? புலியெல்லாம் வருங்களா? புலி இருக்குது, சிறுத்தை எல்லாமே வரும். ஐயா என்னென்ன பார்த்துருக்கீங்க? புலி சிறுத்தை எல்லாம் பார்த்துருக்கீங்களா? எல்லாம் பார்த்துருக்கீங்க. சரி சரி சரி. இப்போ நீங்கள் மட்டும்தான் குடும்பம் எல்லாம் இருக்கிறது? கீழே இருக்காங்க. உங்களுக்கு எத்தனை பசங்க? 2 பசங்க. இங்கே தான் இருக்காங்களா? கட்டி கொடுத்தாச்சு, வெளியூர் கட்டி கொடுத்தாச்சு. ஓ, படிக்கிறாங்க, வேலை பார்க்குறாங்க அந்த மாதிரியா? கட்டி கொடுத்து அப்படியே இருக்கிறாங்க. இப்போ நீங்கள் அம்மாவும் தாத்தா மட்டும்தான் இங்கே தனியாக இருக்கிறீங்க? சரி சரி. எது ஒரு அத்தியாவசியம்னா கடைக்கு போயிட்டு வர்றதெல்லாம் நீங்கள் தானே? தனி கடைசி கடைசி அவ்வளோதான், முடிஞ்சு. அம்மா கொஞ்சம் தண்ணி இருந்தால் கொடுக்குறீங்களாம்மா? இவரே உங்களுமே வயசானவர், அதனால ரொம்ப நாள் தாங்காது. தண்ணி கொடுங்க. എല്ലാവരും കോയമ്പത്തൂർ നിന്നാங்கയ്യാ. കണ്ടില്ല, അങ്ങേരെ പ്രായമുണ്ട് ഇങ്ങേരിക്കും. കണ്ടില്ല, വന്നിരുന്നു കുറച്ചു നേരം പോലും നിൽക്കാൻ പറ്റില്ല ഇയാൾക്ക്. 11 அதுக்குன்னா இப்படியே உட்காந்துக்கிறது. தண்ணி குடிச்சிக்கோ, பார்த்து மெல்ல. എന്നാൽ ഈ വനത്തിൽ ആദ്യം വന്നത് മുസ്ലിം സമുദായമാണ് അത്ര വന്നത്. അവരായിരുന്നു അത്ര ഇവിടെ കൂടുതലുണ്ടായിരുന്നത് ആദിമകാലങ്ങളിൽ. അവരുണ്ടായിരുന്ന ഈ ലൈൻ വീട് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളിയും കാണുന്നുണ്ട്. ഇതുണ്ടോ, ഇതായിരുന്നു അവരുണ്ടായിരുന്നത്. ആ മുമ്പിൽ കാണുന്നുണ്ടോ, അവിടെ ഒരു പള്ളിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ആദ്യം വന്നത് മുസ്ലിം സമുദായമുള്ള ആളുകളായിരുന്നു ഇത്ര കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരാൾ പോലും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഈ കാണുന്ന നമ്മൾ നേരത്തെ കണ്ട അമ്മയും അച്ഛനും പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ആളുകളൊക്കെ മാത്രമേ കണ്ടായിരുന്നുള്ളൂ. കണ്ടോ, ഇതിൽ ഫുള്ളും മുസ്ലിംസ് ആയിരുന്നു അത്ര ആദ്യം. ഇപ്പോൾ അവരൊക്കെ ഒഴിഞ്ഞു പോയിന്ന് ആട്ടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ അമ്മോ, ഇതുണ്ട്, ഇതിങ്ങനെ ഒരു മലച്ചെരുവിൽ അങ്ങനെ അടിയിലേക്ക് പോവാണ് കേട്ടോ. ചോദിച്ചതാട്ടോ, ഇതാട്ടോ അവരുടെ വീട്. ഉള്ളിലേക്ക് നമ്മൾ കയറുന്നില്ലേ. നമുക്ക് അമ്മ ഇത്തിരി കുടിക്കാൻ വെള്ളം കൊണ്ടു തന്നു കേട്ടോ. உங்களுக்கு பாத்ரூம் எல்லாம் உள்ள கிடையாதுங்க, வெளிய தான் இருக்குங்க. ஆத்துக்கு தான் போணுங்களா? சரி சரி. எதுக்குனாலும் ஆத்துக்கு தான் போணுங்க. நைட்டுனாலும் ஆத்துக்கு தான் போணுங்களா? ஐயோ ஐயோ, ஆத்துக்கு தான் பாத்துக்கோ. ரொம்ப கஷ்டம் தான். கடைசி வந்தது யானை எப்போ? நீங்க கடைசி யானை எப்போ பாத்தீங்க?
ஏன் போன மாசம் வந்துச்சு. போன மாசம் 2 நாள் இங்கே தான் இருந்துச்சு. ஒரு 2 நாள் இங்கே தான் இருந்ததுங்களா? போன மாசம் 2 நாள் இங்கே இருந்ததா? நைட்டு நைட்டு 9 நம்ம வந்து இப்போ 6 க்ரோஸ் ஆச்சுல, அங்க ஐயா காலையில பார்த்தேன்னு சொன்னாரு. இன்னைக்கு காலையில பார்த்தாங்களாம். அந்த ஆத்துல வழி அப்படியே நடந்து போச்சான் யானை. நிறைய தாண்டி வந்தோம். இல்ல அந்த ஒரே ரிவர் தான் பிரதர், വളഞ്ഞു പോறது. അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ പുഴയിൽ നിന്ന് വരുന്ന വെള്ളാട്ടോ, പെരും തണുപ്പാ വെള്ളം, കുടിക്കാനും ഭയങ്കര ടേസ്റ്റ്, നല്ല വെള്ളം കേട്ടോ, അടിപൊളി വെള്ളം. சரிண்ணே, அப்படியே கிளம்பலாம். இந்தாங்கம்மா, ரொம்ப நன்றிம்மா. சரி, இந்த ஏரியா மட்டும் இப்படி பார்த்துட்டு அப்படியே கிளம்புறோம். വെള്ളം തന്നിട്ടോ, സൂപ്പർ. ഇതിൽ ആളില്ല കേട്ടോ. അല്ല, ഇവിടെ ചെരുപ്പാണെന്നുണ്ട്, ഇവിടെ ആളുണ്ട് തോന്നുന്നു. ഇവിടെ ഒന്നും ആൾക്കാരില്ല, ഒന്നും ആളില്ല കേട്ടോ. ஹரி, அந்த பக்கம் அரைச்சிருக்காங்களா? யாரும் இல்லை, வேஸ்ட்டு தான். ஓ, இந்த வீடெல்லாம் அப்படியே இடிஞ்சு போச்சு. ഓ, ഇതൊക്കെ വീടൊക്കെ ഇടിഞ്ഞു കേട്ടോ. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഒഴിഞ്ഞു പോയി. ഇങ്ങനെ കളഞ്ഞൊരു ടി വി தான் இருக்குது. കളഞ്ഞൊരു ടി വി தான். എന്താ, ഞാൻ എന്തെങ്കിലും ഓരോ പശുവോ ആടോ കോഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളർക്കും കേട്ടോ ഞാൻ വിചാരിച്ച്. പക്ഷെ ഒന്നുമില്ല കേട്ടോ ഇവിടെയുള്ള ആളുകൾക്ക്. ഇവിടെ പണി എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റിൽ പണിയെടുക്കാത്രേ ഉള്ളൂ. പിന്നെ ഈ ബാത്റൂമൊക്കെ ചെരിഞ്ഞടക്കണം നോക്കി. അതങ്ങനെ ബാക്കിലേക്ക് മറയുന്ന പോലെ നിൽക്കുക. നിങ്ങൾക്ക് കണ്ടെത്തണമെന്നല്ല, ബാക്കിലേക്ക് അങ്ങനെ മറയുന്ന പോലെ. ഇവർക്ക് വേണ്ടി ബാത്റൂമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇപ്പോൾ കണ്ടില്ല, നടപടിയല്ല. ഒക്കെ പൊളിഞ്ഞു കിടക്കുക. അതാ അവിടെ താഴെയും പൊളിഞ്ഞു കിടക്കുക. ഇവിടെ നോക്കി വീടൊക്കെ എങ്ങനെ പൊളിഞ്ഞു കിടക്കണമെന്ന്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഉച്ചയ്ക്ക് ചോറിനാൻ മുട്ട കഴിഞ്ഞാൽ സ്കൂൾ മൊത്തം പിള്ളേരാവില്ല, കലപലേന്ന്. ഇപ്പോൾ ഈ സ്ഥലം സ്കൂൾ ലീവ് വിട്ട പോലെയായി, വെക്കേഷൻ ലീവ് വിട്ട പോലെ. ഒരു മനുഷ്യനും കുട്ടിയില്ല, വേണ്ട. അപ്പോൾ നമ്മളുടെ ആ അച്ഛമ്മ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇവർക്ക് ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ, അതായത് ബാത്റൂം ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയിൽ കൂടെ തന്നെ വരണം കേട്ടോ. അല്ലാതെ ഇവർക്ക് ബാത്റൂം അങ്ങനെ ഒന്നുമില്ല. അത് രാത്രി ആയാലും പകലായാലും ഈ പുഴയുടെ അരികു കൂടെ തന്നെ അവരുടെ ബാത്റൂം ഫെസിലിറ്റി, അതായത് ഓപ്പണായിട്ട് അവർ പോകുന്നത്, അത്രേ ഉള്ളൂ. അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അവിടെ ഒരു അമ്പലമുണ്ട്. ഈ മല കണ്ടില്ലേ, ആ കാണുന്ന മുക്കുർത്തി ഇങ്ങനെ. അപ്പോൾ ഈ മലയുടെ ചെരുവുള്ള ഈ ഗ്രാമം നമ്മൾ കണ്ടോ. ഇനി വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഇതൊക്കെ കണ്ടോളി, ഇതൊക്കെ കാണാൻ വരാൻ പറ്റൂല. അപ്പോൾ എന്നത്തെ കാലം മുതലാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കിനി താഴെ പോവാട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ട് പോവാ. അയ്യോ, പോയിട്ട് വരമ്മ, പോയിട്ട് വരണ. അയ്യടാ സുലിങ്, പോയിട്ട് വരാം. ശരി. അപ്പോൾ കഴിഞ്ഞോട്ടോ ഫ്രണ്ട്സ് ഈ വില്ലേജ്. നമുക്കിനി വേറെ സ്ഥലത്തേക്ക് പോവാം. ഇനിയും വരാണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മളുടെ നീലഗിരിയിലും സത്യമംഗലത്തിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതിനൊക്കെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ തന്നെ. വന്യമൃഗങ്ങൾ വന്നുകൊണ്ട് മാത്രം ഇവിടെ ഒഴിഞ്ഞു പോണത്. എങ്ങനെയല്ലേ ഇവിടെയൊക്കെ ഇവരിങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. നമ്മൾ അത്രയും ഫെസിലിറ്റിയിൽ ജീവിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ, എന്നെ കൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. പക്ഷേ ഈ സ്ഥലത്തിലൊക്കെ 2-3 ദിവസം വന്ന് നമ്മൾ അടിച്ചു പൊളിച്ച് ഒരു ക്യാമ്പ് ഫയറൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നടക്കും. അല്ലാണ്ട് ഇവിടെ ജീവിതം നടക്കുമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല കേട്ടോ. പക്ഷേ ഇവരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതുണ്ടോ, ഈ വീടൊക്കെ ആന കുത്തി പൊളിച്ചെന്നാട്ടോ പറഞ്ഞത്. ഈ വീടിൻ്റെ ആ അച്ഛൻ പറഞ്ഞതേ, ഈ വീടില്ലേ ഇത് ആന കുത്തി പൊളിച്ചതാട്ടോ. ഇതുണ്ടോ, ഇവിടെ 2 ഫെൻസിങ് ഇട്ടിരിക്കുന്നുണ്ടോ കനത്തിൽ. പക്ഷേ ഈ ഫെൻസിങ്ങിന് മുമ്പ് ഈ വീട് പൊളിച്ചത് ആനയാണ്. കാട്ടാന വന്നിട്ടാണ് ഈ വീടിൻ്റെ ചുമര് തച്ച് പൊളിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ. പിന്നെ എങ്ങനെ ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കും? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കഴിഞ്ഞ മാസം 2 ആന ഇവിടെ തന്നെ ഡയറ ഇട്ടെന്ന് പറഞ്ഞു. ഡയർ എന്ന് പറഞ്ഞാൽ സ്ഥിരമാക്കി എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഈ ഒരു വില്ലേജിൽ തന്നെ ആന കുത്തി പൊളിച്ചിരിക്കുകയാണ് ഇതൊക്കെ. നമുക്കിനി താഴെ ഇറങ്ങിയിട്ട് വേറെ സ്പോട്ടിൽ പോവാം. இப்போ வந்துட்டு வெறும் 3 குடும்பத்தில் ஆൾക്കാരെ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള എന്തെങ്കിലും അങ്ങ് വേല பார்க்குறாங்க எல்லாரும். எஸ்டேட் தான், எஸ்டேட் வேலை தான். எல்லாருக்கும் எஸ்டேட் பணி அത്ര തന്നെ ഉള്ളൂ. എന്താ இந்த மலை முக்குர்த்திங்கும் போது நான் அசந்து മുക്കുർത്തി മലയാങ്ങ ബ്രദർ. അത് മുക്കുർത്തി എന്ന് കേട്ടപ്പോൾ എൻ്റെ കിളി പോയിട്ട് ഫ്രണ്ട്സ്. ഇത് ഈ കാണുന്ന പോലെ മുക്കുർത്തിയാണ് ഇത്രേ. കോട മരം നോക്കി നിങ്ങൾ, പാറന് ഫുള്ളും കറ്റി പിടിച്ചിരിക്കുന്നേ.
വന്യമൃഗങ്ങളാൽ ഒഴിഞ്ഞു പോയ ഈ ഗ്രാമം നമ്മൾ ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോണതും, അതും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിക്കോട്ടെ ഫ്രണ്ട്സ്. ഈ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് കുറേ ആൾക്കാർ ഇന്നും ജീവിച്ച് വരുന്നത് കേട്ടോ. ഇവിടുത്തെ പിള്ളേരൊക്കെ അവർ പഠിപ്പിക്കാനും പിന്നെ അവിടെ വേറുള്ള സ്ത്രീകളൊക്കെ കെട്ടിച്ചൊക്കെ വിട്ടിട്ടതിന് ശേഷം ഇവിടെ ആൾക്കാരൊക്കെ കുറവെന്നും പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വന്യമൃഗങ്ങളും കൊണ്ടും ഒഴിവാക്കി പോകണം കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് നീലഗിരിയിലെ ലാസ്റ്റ് ഈ വില്ലേജ് നമ്മൾ കണ്ടിട്ടോ ഒരുവിധം. ഇനി വന്ന വഴിക്കൂടെ തന്നെ നമ്മൾ തിരിച്ചു പോകണം. ഭയങ്കര ഓഫ് റോഡാണ്. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മറക്കാതെ നമ്മളെ ചാനൽ നിങ്ങൾ മറക്കാതെ നമ്മുടെ കമൻറ്റിൽ നിങ്ങൾ പറയണം കേട്ടോ ഫ്രണ്ട്സ്. നമുക്കിനി ഇവിടുന്ന് പോയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടി നമുക്ക് കവർ ചെയ്യാം. പിന്നെ മെയിൻ കാരണം ഇവിടെ ഒഴിയാനുള്ള മെയിൻ ഒരു കാരണം കടുവയും കൂടി എന്നാട്ടോ പറഞ്ഞത്. കടുവയുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടില്ലേ നമ്മുടെ നീലഗിരി ജില്ലയിൽ അവിടെ ആച്ചേ നിങ്ങൾ മുറിച്ചല്ല കാണിച്ചാൽ ഒറ്റവട്ടം ഈ ഗ്രാമം നിങ്ങൾക്ക് ഫുൾ വ്യൂവിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി വന്ന വഴി നമ്മളിതിൽ കൂടെ തന്നെ തിരിച്ചു പോവാം.